സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് എന്തെല്ലാം പവറുണ്ട്, രജിസ്ട്രാർക്ക് എന്തെല്ലാം പവറുണ്ട്, ഇതിനെ സംബന്ധിച്ച് ലിഖിതമായിട്ടുള്ള നിയമമുണ്ട്. ആ ലിഖിതമായിട്ടുള്ള നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ചെയ്തിരിക്കുന്നത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള യാതൊരു അധികാരവും സർവകലാശാല നിയമത്തിൽ പറഞ്ഞിട്ടില്ല, ഇയാൾക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇവിടെ തികച്ചും രാഷ്ട്രീയമായി ഈ വിഷയത്തെ കണ്ടുകൊണ്ട് രജിസ്ട്രാറുടെ പേരിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ സർവകലാശാല കാമ്പൗണ്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന സെനറ്റ് ഹാൾ ആർക്കും വാടകയ്ക്ക് എടുക്കാം, പക്ഷേ അതിനകത്ത് പ്രശ്നങ്ങളില്ല. പക്ഷെ വാടകയ്ക്ക് എടുക്കുമ്പോൾ ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറയുന്നത്, ആ നിയമത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായി രജിസ്ട്രാർ അത് തടയുക, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ? അത് ഏത് സ്ഥാപനമാണെങ്കിലും അങ്ങനെയല്ലേ? അത് ചെയ്തതിന് പേരിൽ ഇപ്പോൾ രാഷ്ട്രീയമായി പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് സംഘപരിവാർ ശക്തികൾ പറയുന്നത് കേട്ട് കേരള സർവകലാശാലയുടെ VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു കാരണവശാലും നിയമപരമായി തന്നെ ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, ഈ സർവകലാശാലയുടെ സെനറ്റ് ഹാളിനകത്ത് ഒരു സ്ത്രീ ഒരു കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം വെച്ചാൽ അത് എങ്ങനെയാണ് വേറൊരു രീതിയിൽ നമ്മൾ കാണുന്നത്? സ്വാഭാവികമായി അതൊരു മതപരമായിട്ടുള്ള അല്ലെങ്കിൽ RSSന്റെ ശാഖകളിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ചിത്രം ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പ് വരുമല്ലോ. ആ എതിർപ്പാണ് ശരിയായ രീതിയിൽ അത് ചെയ്തത് തെറ്റാണ് എന്ന് പറയുക മാത്രമാണ് രജിസ്ട്രാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനാണ് തനിക്ക് അധികാരമില്ലെങ്കിലും ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് സർവകലാശാലയും ഇവിടുത്തെ ജീവനക്കാരും പൊതുസമൂഹവും ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടാകും. ഭാരതാംബയുടെ ചിത്രം എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് മാറുന്നത്? ഇതാരാ ഭാരതാംബ എന്ന് പറയുന്നത്? ഒരു സ്ത്രീ കാവി കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആള് ഭാരതാംബ എങ്ങനെയാവും? എവിടെയാണ് ഭാരതാംബ കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? നിങ്ങൾ കാണിച്ചു തരുമോ? അതൊന്നുമല്ല, അതെല്ലാം മതപരമായ ചിഹ്നമാണ്. ചില 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 സംഘടനകൾ അവരുടെ പരിപാടികളിൽ വെക്കുന്ന ചിത്രമാണത്. ആ ചിത്രത്തെ ഒന്നും അങ്ങനെ മതേതര ഭാരതമൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. താങ്കൾ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പോര് തന്നെയാണിത്. ഗവർണറാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചത്. പക്ഷേ ഇപ്പോൾ അവസാനം സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഗവർണറുടെ ഇംഗിത പ്രകാരം തന്നെ സർവകലാശാല VC പ്രവർത്തിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഗവർണറെ ഇതിലൊരു പ്രതിഷേധം അറിയിക്കേണ്ടതല്ലേ സ്വാഭാവികമായി? അല്ല, ഗവർണറെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകും. വരും ദിവസങ്ങളിലും ഗവർണറെ ആ പ്രതിഷേധം അറിയിക്കും. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് തന്നെ കൃത്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഗവർണറെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായ വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അതിൽ ഗവർണറെ കൃത്യമായിട്ട് കേരളത്തിലെ ഗവൺമെന്റും മന്ത്രിസഭയും മുഖ്യമന്ത്രിയും ആ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അത് തുടർന്നും അങ്ങനെ തന്നെയാണ് വരുന്നത്. സർവകലാശാലയുടെ ചാൻസലറായ ഗവർണറെ തടയുന്നൊരു സമീപനം രജിസ്ട്രാർ ഭാഗത്തുണ്ടായി. ഗവർണർ പങ്കെടുത്ത ശേഷം 10 മിനിറ്റിന് ശേഷമാണ് ഒരു ഹാള് ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ലെറ്റർ പോലും സംഘാടക സമിതി കൊടുക്കുന്നത്. ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നത്? ഓയ്യോ, ശുദ്ധമായിട്ടുള്ള തെറ്റും നുണയും കള്ളവും പറയട്ടെ ശുദ്ധമായിട്ടുള്ള തെറ്റും പച്ചക്കള്ളവുമാണ് അത് പറയുന്നത്. എന്താണ് കാര്യം? ഇവിടെ ഈ ചിത്രം ഒരു സ്ത്രീ ഒരു കാവിക്കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം വെച്ചപ്പോൾ തന്നെ രജിസ്ട്രാർ ഇതിന്റെ സംഘാടകർക്ക് പരിപാടി റദ്ദ് ചെയ്തുകൊണ്ട് നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് സ്വാഭാവികമായിട്ട് മെയിലായി പോകാനെടുത്ത കാലതാമസമാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് അപ്പോഴെടുത്തിട്ടുള്ള കാലതാമസം, ആ കാലതാമസം അല്ലാതെ അവരതിന്റെ സംഘാടകർ അത് കൈപ്പറ്റിയിട്ടുണ്ട്, കൃത്യമായിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. സംഘാടകർ ഇപ്പൊ തിരിച്ചു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഗവർണർ ഇതിന്റെ ഭാഗമായി സംഘാടകർ അത് കൈപ്പറ്റിയതിന്റെ ഭാഗമായി അവര് ഗവർണറെ അറിയിച്ചു. ഗവർണർ രജിസ്ട്രാറെ വിളിച്ചല്ലോ.
അപ്പോഴും സുരക്ഷാ ചുമതലകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് അത് വേറെ കാര്യം, അത് കാര്യം. പക്ഷേ ചെയ്തിരിക്കുന്നത് ഗവർണർ എത്തുമ്പോൾ പോലീസിന്റെ ക്ലിയറിംഗ് എല്ലാം നടന്ന ശേഷം ആ ക്ലിയറിംഗ് നടന്നതിന് ശേഷമാണ് രജിസ്ട്രാർ ആ വേദിയിൽ കയറുന്നത് പോലും. അതോടെ അദ്ദേഹത്തിനൊപ്പം മറ്റു പല ഇത് ബോധ്യം വന്ന സമയത്ത് തന്നെ രജിസ്ട്രാർ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിച്ചിരുന്നു. അതിനുശേഷം ഗവർണർ രജിസ്ട്രാറെ വിളിച്ചു, ഞാൻ വരികയാണെന്ന് പറഞ്ഞു. യെസ് എന്ന് അദ്ദേഹം മറുപടിയും പറഞ്ഞു. വേറെ അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇത് തികച്ചും രാഷ്ട്രീയമായി കേരള സർവകലാശാല ഇന്ന് അത്യുന്നതങ്ങളിൽ നിൽക്കുകയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയാണ് കേരള സർവകലാശാല. ഈ സർവകലാശാലയിലാണ് വിദേശ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പഠനത്തിനു വേണ്ടി വരുന്നത്. ഈ സർവകലാശാലയിലാണ്. ഇവിടുത്തെ വൈസ് ചാൻസലർ എന്താണ് ചെയ്യുന്നത്? ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സമയത്ത് അവരുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് പോലും കൊടുക്കാൻ ഈ വി സി വരുന്നില്ലല്ലോ. എത്ര ദിവസമാണ് മാസത്തിൽ വി സി കേരള സർവകലാശാലയിൽ വരുന്നത്? വിദ്യാർത്ഥികളുടെ മുഴുവൻ ഭാവി പന്താടുന്ന ഒരു വൈസ് ചാൻസലർ, ആ വൈസ് ചാൻസലറാണ് ഈ നെറികേട് കാണിച്ചിരിക്കുന്നത്. ആരാ ഉത്തരവാദിത്വം പറയേണ്ടത്? ഗവർണർ പറയും ഉത്തരവാദിത്വം. വേറെ ഏതെങ്കിലും രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പറയും ഉത്തരവാദിത്വം. മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഭാവിയാണ് പന്താടിയിരിക്കുന്നത്. അത് അദ്ദേഹം പറയേണ്ട ഒരു കാര്യമാണ്. എന്തായിരുന്നാലും അത് ഇതിനെതിരായിട്ടുള്ള വലിയ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ്. അതില്ല, അത് വരേണ്ട കാര്യമില്ല. കാരണം അധികാരമില്ലാത്ത ഒരാൾ സസ്പെൻഡ് ചെയ്താൽ ആരംഗീകരിക്കും? നടപടിയെടുക്കാൻ രജിസ്ട്രാറുടെ പേരിൽ നടപടിയെടുക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല. ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ സിൻഡിക്കേറ്റിന് മാത്രമേ അധികാരമുള്ളൂ. ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സിൻഡിക്കേറ്റിന് മാത്രമേ അധികാരമുള്ളൂ.